Smoking is injurious to health. It causes cancer. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. അത് അർബുദത്തിന് കാരണമാകുന്നു. ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇന്ന് 17 മാർച്ച്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരുത്തി എനിക്ക് സ്വന്തമാകാൻ പോവാ. ഇന്ന് നിനക്ക് ഒന്നുകൂടി ഭംഗിയുണ്ട്. ഏയ് പ്ലീസ് എന്നെ ഒന്ന് നോക്ക്. നിന്നെ കണ്ടുകൊണ്ടേയിരിക്കണം. നിക്ക് ഞാൻ ആദ്യം അകത്തേക്ക് പോകാം. ശരി. എന്നെ കാണാൻ നന്നായിട്ടുണ്ടോ? കാണാൻ ഭംഗിയുണ്ടോ? ഹേയ്, നീ എന്നെ വിട്ടിട്ട് പോയില്ലല്ലോ അല്ലേ? നീ ഒന്നും മിണ്ടില്ലേ? ഇങ്ങനെ വെറുതെ ഇരിക്കാൻ പോവുകയാണോ? എന്താ പറയണ്ടേ? അതാ, കല്യാണത്തിന് മുമ്പ് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന്. എൻ്റെ അടുത്ത് ഇഷ്ടമുള്ള കാര്യം എന്താ? എൻ്റെ അടുത്ത് എന്താ ഇഷ്ടം അത് പറ. നിക്ക്, ഞാൻ ആദ്യം അകത്തേക്ക് പോവാം. അവിടെ ആരാ ഉള്ളത്? നമ്മൾ പറഞ്ഞത് കേട്ടെന്ന് തോന്നുന്നു. പതിയെ കഥ തുറക്ക്. അവിടെ ആരാ ഉള്ളതെന്ന്? അതിരിക്കട്ടെ, അവരോട് ഞാൻ എന്താ പറഞ്ഞത്? ഈ അയലത്തുള്ളവരൊക്കെ എന്തിനാ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്? ഇങ്ങനെയാണെന്നറിഞ്ഞാൽ ഇവിടെ വരുത്തില്ലായിരുന്നു. ശരി, അത് വിട്ടേക്ക്. പറ. എന്താ പറയണ്ടേ? എൻ്റെ അടുത്ത് നിനക്ക് എന്താ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടെ? എനിക്ക് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. എന്താ ഇങ്ങനെ പറയുന്നത്? ഫസ്റ്റ് നൈറ്റിനന്ന് എല്ലാ കപ്പിൾസും ഫീലിംഗ് ഷെയർ ചെയ്യും. ഇതുപോലെ സംസാരിക്കുന്നതുകൊണ്ട് പേടിയും അങ്കലാപ്പും എല്ലാം കുറയും. ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിലേ പിന്നെ നമ്മൾ എങ്ങനെയാ പ്രേമിക്കുന്നേ? പിന്നെ എൻ്റെ സ്നേഹം നിനക്കെങ്ങനെ കിട്ടും? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നിന്നെയാ. എന്തു പറ്റി? ഓ, നാണം വരുന്നുണ്ടല്ലേ? ഓക്കെ, ശരി. നമ്മള് കുറച്ചു നേരം എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കാം. അതിരിക്കട്ടെ, ഒരു കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ? ആ ലേക്കിൻ്റെ അടുത്ത് നടന്ന കാര്യം. ബ്രദർ, തീപ്പെട്ടിയുണ്ടോ? എനിക്ക് സ്മോക്ക് ചെയ്യുന്ന ശീലമില്ല.
ഏയ് ഏ? ഏയ് എന്താ നീ എന്താ ഈ ചെയ്യുന്നേ? എന്താ ആ ഫോണിങ്ങതാ. നിനക്ക് എന്താ വേണ്ടേ? നീ എന്താ വീഡിയോ റെക്കോർഡ് ചെയ്തില്ലേ? എന്ത് വീഡിയോ? ഏയ് ഇവൻ എന്തോ ചെയ്തു? വിട്ടേക്ക്. ഏയ് ഇവൻ എന്തോ ഏത് റെക്കോർഡ് വീഡിയോ? ചെയ്തു? ഏത് വീഡിയോ? വിട്ടേക്ക്. ഇവൻ നമ്മുടെ വീഡിയോ എടുത്തു. നിക്ക് ഏയ്, നിക്ക്, നീ ഞാൻ പറ. പറഞ്ഞോണ്ട് മാറുന്നേ. ശരി സാർ, പ്രശ്നം ഇയാൾ എന്തൊക്കെയാ പറയുന്നത്? തലയ്ക്ക് ഓളമുണ്ടോ? നീ വീഡിയോ എടുത്ത് ഞാൻ കണ്ടു. ഒന്ന് ഓരോരുത്തന്മാർ സമാധാനിക്ക്. ഇറങ്ങിക്കോളൂ രാവിലെ തന്നെ. വാ വാ നമുക്ക് എന്നെ പോവാം. എന്തിനാ തള്ളുന്നത്? അവനല്ലേ വീഡിയോ എടുത്തേ. ഹ, ഈ ജനങ്ങളൊക്കെ എന്താ ഇങ്ങനെയുള്ളത്? ശരി, അത് വിട്ടേക്ക്. ഇതാ നോക്കേ, എന്തിനാ നീ ആവശ്യമില്ലാതെ പേടിക്കുന്നത്? നീ ഇങ്ങനെ നാണിച്ചാലേ പിന്നെ ഞാൻ എങ്ങനെ നിന്റെ അടുത്തേക്ക് വരും? എനിക്കും ഒരു സന്തോഷം വേണ്ടേ? ഇപ്പൊ നമ്മള് ഹസ്ബൻഡ് ആൻഡ് വൈഫാ. ഇത് നിനക്കുള്ളതാ. അവിടെ എന്താ നടക്കുന്നത്? ഒന്നും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. നിക്കേ, ഒന്ന് നോക്കട്ടെ. മിണ്ടാതിരിക്കടാ. അകത്ത് എന്താ സംഭവിക്കുന്നത് നോക്കാം. മിണ്ടാതിരിക്കണം. ആരാ? വാ വാ, വേഗം ഓട് ഓട്. എന്താ ഇവിടെ എന്താ നടക്കുന്നത്? പുറത്ത് ആരാ ഉള്ളത്? കളിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇന്ന് എന്റെ ഫസ്റ്റ് നൈറ്റാ. ഇങ്ങനെ ഫസ്റ്റ് നൈറ്റിൽ ആരെങ്കിലും വന്ന് ശല്യപ്പെടുത്തുവോ? കുറച്ചെങ്കിലും ബുദ്ധിയൊക്കെ വേണ്ടേ? നീ പേടിക്കണ്ട, ഇവരൊക്കെ എപ്പോഴും അങ്ങനെ തന്നെയാ. എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടും. എന്ത്? എനിക്ക് കുടിക്കാൻ വെള്ളം വേണം. ഓ ഓ ഓ, വെള്ളമോ? വെള്ളമല്ലേ, ഇതാ തരാം. ഇന്നാ ഞാനിപ്പോ പെർഫെക്റ്റ് ഭർത്താവിനെ പോലെയല്ലേ ഉള്ളത്? ഓ ഇങ്ങിതാ. ഹലോ, ഞാൻ നേരത്തെ തന്നെ റോങ് നമ്പർ ആണെന്ന് പറഞ്ഞിരുന്നില്ലേ? എന്തിനാ നിങ്ങൾ വീണ്ടും വീണ്ടും വിളിക്കുന്നേ? റോങ് നമ്പർ. എല്ലാരും ചേർന്ന് എന്നെ എല്ലാ സൈഡിൽ നിന്നും ഡിസ്റ്റർബ് ചെയ്യുക. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ആ പറ. ആ പല പ്രാവശ്യവും നിങ്ങളോട് പറയണമെന്ന് ഞാൻ കരുതിയതാ, പക്ഷേ എനിക്ക് പറയാൻ സാധിച്ചില്ല. ശരി, ഇപ്പൊ പറ. നിങ്ങൾക്ക് ആ സംഭവം ഓർമ്മയുണ്ടോ? അതായത് എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയില്ലേ, അവളുടെ പേര് മൊണാലിസ. അതെങ്ങനെ മറക്കാനാ? മോണലിസ, എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ ജീവിതത്തിൽ അതുപോലൊരു സാഹചര്യത്തിൽ ഞാൻ ഇരുന്നിട്ടേ ഇല്ല. അയ്യോ, അവിടെ നടന്ന കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് നാണമാ. നിക്കേ, വരുന്നു. ഹലോ. ഓ, നീയാണോ? വാ വാ, അകത്തേക്ക് വാ. കൃത്യസമയത്ത് വന്നല്ലോ. റോണി ഇപ്പൊ പുറപ്പെടാനിരിക്കുകയായിരുന്നു. വരൂ, വന്നിരിക്കൂ. ഇരിക്കുന്നേ. ആരാ വന്നിരിക്കുന്നേ? ഒന്ന് വേഗം വേഗം വാ. വാ. റോണി വന്നിട്ടുണ്ട്. അവൻ ഇങ്ങ് പോയില്ലെന്ന് പറയുന്നേ. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ പോയിട്ട് വരാം. ഇതാണ് എന്റെ നമസ്കാരം. നിങ്ങൾ ഇരിക്കുന്നേ, ഞാനിപ്പോ വരാം. അകത്തേക്ക് വാ. നീ പറയാമെന്ന് പറഞ്ഞു. അതായത് എന്തായി കാണിക്കുന്നേ? ഒന്ന് വേഗം ഊരടി. ഞാൻ എപ്പോഴാ പറഞ്ഞേ? എന്തായി കാണിക്കുന്നേ? ഓ, ഞാനങ്ങ് മറന്നുപോയി. ശരി, ബാക്കി പിന്നെ. പറ്റില്ല, ഇന്ന് ഞാൻ നിന്നെ വിടില്ല.
പ്ലീസ് പ്ലീസ്, എന്റെ ഫ്രണ്ടൊക്കെ വന്നിട്ടുണ്ട്, വിട്ടേക്ക്. അവര് പുറത്തുണ്ട്. നോക്ക്, ഇന്ന് ഞാൻ നിന്നെ വിടില്ല. നമ്മൾ തെറ്റായ സമയത്താ വന്നെന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ നിന്ന് പോയാലോ? എനിക്കും അങ്ങനെയാ തോന്നുന്നത്. ഏയ്, എല്ലാം കഴിഞ്ഞു. എല്ലാവരും പോവാൻ നോക്കും. നിന്റെ കല്യാണം കഴിഞ്ഞത് 17-ാം തീയതി. ആ രജിസ്റ്റർ മാരേജ്. ശരി. ഇപ്പൊ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഇന്ന് നിന്റെ ഫസ്റ്റ് നൈറ്റ് നന്നായിട്ടുണ്ട്. ആ അടുത്ത എപ്പിസോഡ് എന്താ? ഹലോ, ഞാൻ റോങ് നമ്പർ എന്ന് പറഞ്ഞില്ലേ? മനസ്സിലാവില്ല നിങ്ങക്ക്? എന്തിനാ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? ഈ രാത്രി ആരാ വീണ്ടും വീണ്ടും വിളിച്ചോണ്ടിരിക്കുന്നത്? അത് വിട്ടേക്ക്, സാരമില്ല. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുക. കുറെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അത് വളരെ പ്രധാനമാണ്. നീ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത്? ആരാടാ പുറത്ത്? ഞാനും കുറെ നേരമായിട്ട് സഹിക്കുക. വീണ്ടും വീണ്ടും ശല്യപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. നിന്റെ അച്ഛനും അമ്മയൊക്കെ ബെഡ്റൂമിലുണ്ടെങ്കിൽ നീയൊക്കെ ഇങ്ങനെയാണോ നോക്കുന്നേ? ഇന്ന് എന്റെ ഫസ്റ്റ് നൈറ്റാ. വീണ്ടും വീണ്ടും എന്തിനാടാ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്? നീ ഒരു മണ്ടനാടാ. ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ നീ നിന്റെ ഭാര്യയെ ഒരു മടിയും കൂടാതെ കൊന്നിട്ട് ഈ മുറി തന്നെ കുഴിച്ചു മൂടുമല്ലോ. അങ്ങനെ ചെയ്ത സംശയമൊന്നും ഉണ്ടാവില്ലല്ലോ. ഡ്രാമ കളിക്കാതെ അടുത്ത എപ്പിസോഡ് എന്താ ചെയ്യാൻ പോകുന്നു പറ. ആക്ച്വലി എനിക്ക് ഒരാളുടെ കൂടെ ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. നിങ്ങൾ അവനെ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ടെന്നോ? ആരാ അത്? അതാ നമ്മൾ അന്ന് അവിടെ ഇരുന്നപ്പോ ആ ലേക്കിന്റെ അടുത്ത് ഒരാളെ കണ്ടില്ലേ? ഓ അത് ശരി, അവനായിരുന്നോ? അതിനെന്താ? ആക്ച്വലി അതെന്താണെന്ന് വെച്ചാ, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് വിശ്വസിക്കണം. വിശ്വസിക്കുമല്ലോ? ഇത് ഞാൻ നിറയെ പ്രാവശ്യം നിങ്ങളോട് പറയാൻ ശ്രമിച്ചതാണ്, പക്ഷേ എനിക്കത് പറയാൻ പറ്റിയില്ല. ആക്ച്വലി അവൻ 10 പൈസ സമ്പാദിക്കാതെ വെറുതെ ചുറ്റുക. പക്ഷെ നിങ്ങൾക്കാണെങ്കിൽ നല്ല വരുമാനം ഉണ്ടായിരുന്നു. ഒരു സൈഡില് നല്ല സേഫായിട്ടുള്ള ജീവിതം, നല്ലൊരു ഭാവി. മറ്റൊരു സൈഡിൽ ഒരു ഉറപ്പുമില്ലാത്ത ജീവിതം. ഭാവിയിൽ എന്ത് നടക്കുമെന്ന് അറിയില്ല. പിന്നെ അവന്റെ പേര് പ്രകാശ്. ആ മതി. ആ എനിക്കെല്ലാം മനസ്സിലായി. അവന്റെ പേര് പ്രകാശ് എന്നല്ലേ? പിന്നെന്തിനാ എന്നെ കല്യാണം കഴിച്ചേ? ആ അത് നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കണം. ഇല്ലില്ല, വേണ്ട. പക്ഷേ എനിക്കുള്ളൊരു ആകാംക്ഷയുണ്ട്. ആ നോക്കിയേ, ഞാനൊന്നും ചെയ്യില്ല.
ഇനി നമ്മളൊരു പുതിയ ജീവിതം ഇവിടെ നിന്ന് തുടങ്ങാൻ പോവാ. നമുക്ക് രണ്ടുപേർക്കും ഉള്ളിൽ ഒരു വിധത്തിലുള്ള രഹസ്യങ്ങൾ ഉണ്ടായിരിക്കാൻ പാടില്ല. അത് മാനസികമായും ശാരീരികമായും. പ്ലീസ് പറ. ഏയ് നിർത്ത്. ഹലോ ഹലോ, വരാം വരാം, ഒരു 5 മിനിറ്റ് വരാം. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യ്, വരാം. പറ, അടുത്തെന്താ? ഞാൻ പറഞ്ഞ എന്നെ നിങ്ങൾ അവിശ്വസിക്കോ? പിന്നെ എന്റെ സ്വഭാവം നല്ലതല്ലെന്ന് പറയോ? നിനക്ക് പേടിയുണ്ടോ? ഞാൻ വിട്ടിട്ട് പോവാന്നുള്ള പേടിയുണ്ടോ? ഇതാ നോക്ക്, കുട്ടിക്കാലം മുതലേ ഞാനൊരു അനാഥനായിട്ടാ ജീവിച്ചത്. എനിക്ക് ബന്ധുക്കളായിട്ട് ആരുമില്ല. എന്റെ ജീവിതത്തിൽ വർഷങ്ങൾ കഴിഞ്ഞ് നീ വന്നിരിക്കുക. എന്റെ കൂടെ എല്ലാം ഷെയർ ചെയ്യാൻ വേണ്ടി നീ വന്നിരിക്കുക. നീ എന്റെ സ്വന്തമാ, നീ വേറെ ആരുടെയല്ല. അങ്ങനെയുള്ളപ്പോ എനിക്ക് എങ്ങനെ നിന്നെ സംശയിക്കാൻ പറ്റും? പറ. നീ ഒരു തെറ്റായ പെണ്ണായാലും കുഴപ്പമില്ല. നിക്ക് ഞാനും നോക്കട്ടെ, ബഹളം വെക്കല്ലേ. ആക്ച്വലി ഞാനും പ്രകാശും ഇടയ്ക്കിടയ്ക്ക് മൊണാലിസയുടെ വീട്ടിൽ വെച്ച് കാണാറുണ്ടായിരുന്നു. പക്ഷേ അവന്റെ അടുത്ത് എന്തോ ഒരു വ്യത്യാസം ഞാൻ കണ്ടുപിടിച്ചു. ഇന്ന് വേണ്ട, വിട്ടേക്ക്. ഇന്ന് വേണ്ട, നാളെ നോക്കാം. നാളെ നോക്കാം എത്ര നാളായിട്ട് ഇങ്ങനെ പറയുവാ? വാട്ട്സ് എ പ്രോബ്ലം മാൻ? ഓക്കേ, വാട്ട്സ് എ പ്രോബ്ലം? എന്താ നിന്റെ പ്രശ്നം? ഒന്നുമില്ല. അവനെന്താ ആണത്തില്ലാത്തവനാണോ? സോ അതുകൊണ്ടാ നിങ്ങളെ കല്യാണം കഴിക്കാമെന്ന് തീരുമാനിച്ചു? നമുക്ക് എല്ലാത്തിനും ഒരു അവസാനമുണ്ട്. ഇങ്ങനെ എന്തിനാ എല്ലാരും എന്നെ ശല്യപ്പെടുത്തുന്നത്? പോയേക്കാം. പ്ലീസ് ദയവേത് എന്നെ തെറ്റിദ്ധരിക്കല്ലേ. ശരീരം സ്നേഹത്തിന്റെ പ്രതീകമാണ്. ശരീരമില്ലാതെ സ്നേഹത്തിനൊരു പൂർണ്ണതയില്ല. നിങ്ങൾ തന്നെ പറ, ഒരുത്തന് ആണത്തില്ലെങ്കിൽ അവന്റെ കൂടെ എങ്ങനെ കല്യാണം കഴിച്ച് ജീവിക്കാൻ പറ്റും? പറ. നോക്ക്, ഇതുവരെ ഞാൻ ഒരു പെണ്ണിനെ തൊട്ടിട്ട് പോലുമില്ല. അതാ സത്യം. ഞാൻ ജനിച്ചതും വളർന്നതല്ല അനാഥാശ്രമത്തിലാ. ഒരു പെണ്ണിന്റെ അടുത്തും ഇത്ര ക്ലോസ് ആയിട്ട് ഇരുന്നിട്ടില്ല. എന്തിന്? അവരുടെ അടുത്ത് പോലും ഞാൻ പോയിട്ടില്ല. ഇതാ നോക്ക്, പഴയ കാര്യങ്ങളെല്ലാം മറക്കാം. പുതിയൊരു ജീവിതം തുടങ്ങാം. ജീവിതം ആദ്യം തൊട്ട് തന്നെ നമുക്ക് തുടങ്ങാം. എല്ലാം പുതിയതായിട്ട് തുടങ്ങാം. എല്ലാം നമ്മൾ മറന്ന് പുതിയൊരു ജീവിതം അങ്ങ് തുടങ്ങാം. ആദ്യം തൊട്ടങ്ങ് തുടങ്ങാം. എന്തുപറ്റി? ഒരു മിനിറ്റ് ഒന്ന് നിൽക്ക്. എന്താ കണ്ടില്ലേ? നീ ഒന്നുകൂടെ ചെയ്ത് കാണിക്കേ. ഒന്നുകൂടെ ചെയ്ത് കാണിക്കാൻ. വേഗാവട്ടെ. നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങാം. ആദ്യം തൊട്ട് തന്നെ തുടങ്ങാം. പുതിയൊരു ജീവിതം നമുക്ക് തുടങ്ങാം. ഓക്കെ അല്ലേ? അവളെ ഞാനങ്ങ് കൊന്നു. 17
18, 19, 20, 21. 5 ദിവസമായിട്ട് നിന്റെ ഭാര്യയുടെ ബോഡി നീ വീട്ടിൽ തന്നെ സൂക്ഷിച്ചിരിക്കുന്നു. സ്മെല്ലും വരില്ല, സംശയം ഉണ്ടാവില്ല. ജീവിതം മുഴുവനും ഞാനൊരു അനാഥനായിരുന്നു. കുട്ടിക്കാലം മുഴുവൻ അനാഥാശ്രമത്തിൽ ജീവിച്ചു. മറ്റുള്ളവർ തന്ന എച്ചിൽ കഴിച്ച് ജീവിച്ചു. പിന്നെ എനിക്ക് കല്യാണവുമായി. പക്ഷെ അതും മറ്റൊരാളുടെ എച്ചിലായിരുന്നു. ശരി, വാ, നിനക്ക് ജയിലിലേക്ക് പോകാനുള്ള സമയം. എഴുന്നേക്ക്.